കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ആ കാലത്തെ അധ്യക്ഷയായിരുന്ന PP ദിവ്യ എന്ന അഹങ്കാരം തലയ്ക്ക് പിടിച്ച വനിതാ നേതാവിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരസ്യമായ അധിക്ഷേപവും കുറ്റവിചാരണയുമാണ് നവീൻ ബാബുവിനെ ജീവനൊടുക്കുവാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ADM ആയിരുന്ന നവീൻ ബാബു ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സ്വദേശമായ പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു പോകുകയായിരുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് സഹപ്രവർത്തകർ ഒരുക്കിയ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണമില്ലാതെയാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന PP ദിവ്യ കടന്നു ചെന്നത്. PP ദിവ്യ വെറുതെ അങ്ങ് കടന്നു ചെല്ലുകയായിരുന്നില്ല. കൃത്യമായി ഒരു ക്യാമറാമാനെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ യോഗത്തിന് ദിവ്യ എത്തിയത്. ക്ഷണമില്ലാത്ത യോഗത്തിൽ PP ദിവ്യ വലിഞ്ഞു കയറിച്ചെന്ന് പ്രസംഗിച്ച് ആ പ്രസംഗത്തിലുടനീളം നവീൻ ബാബുവിനെ ഒരു കൈക്കൂലിക്കാരനായി, അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനായി ചിത്രീകരിക്കുകയായിരുന്നു. PP ദിവ്യയുടെ പ്രസംഗത്തിൻ്റെ ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തു വെച്ച അവർ പ്രാദേശിക വാർത്താ ചാനലുകളിലും അതുപോലെ തന്നെ കണ്ണൂരിലെയും പത്തനംതിട്ടയിലെയും CPMൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുക കൂടി ചെയ്തതോടെയാണ് നവീൻ ബാബു ജീവനൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് പൊതുവിൽ പുറത്തു വരുന്ന അനുമാനം. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം പോലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. നവീൻ ബാബുവിൻ്റെ മരണശേഷം ധൃതി പിടിച്ച് ഇൻക്വസ്റ്റ് നടത്തിയതും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ വീഡിയോ ചിത്രീകരിക്കാതിരുന്നതുമെല്ലാം ഇതിനുള്ള കാരണങ്ങളായി, തങ്ങളുടെ സംശയങ്ങൾക്കുള്ള കാരണങ്ങളായി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നവീൻ ബാബു എഴുതി വെച്ചിരുന്ന ആത്മഹത്യാക്കുറിപ്പ് ഉദ്യോഗസ്ഥർ മുക്കിയതാണോ എന്ന ആക്ഷേപവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും PP ദിവ്യയെ ഈ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ പോലും CPM സംസ്ഥാന നേതൃത്വം ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയായിരുന്നു. നവീൻ ബാബു ഒരു അഴിമതിക്കാരനാണ് എന്ന് തെളിയിക്കുവാനുള്ള വ്യഗ്രത മൂലം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇയാൾക്കെതിരെ നേരത്തെ പരാതികൾ ഉണ്ടായിരുന്നു എന്ന നിലയിലുള്ള പ്രചരണങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഒരുക്കുവാൻ CPMൻ്റെ ഉന്നതമായ നേതൃത്വം തന്നെ ഇടപെട്ടു എന്നതിനും കൃത്യമായ തെളിവുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ജനരോക്ഷം ശക്തമായതോടുകൂടി PP ദിവ്യയെ തള്ളിപ്പറയുവാൻ, പരസ്യമായെങ്കിലും തള്ളിപ്പറയുവാൻ പാർട്ടി നിർബന്ധിതമായി. പിന്നീട് അവർ അറസ്റ്റിലാകുകയും ചെയ്തു. അറസ്റ്റിലായി റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി ജയിലിന് പുറത്തിറങ്ങിയ PP ദിവ്യയെ മാലയിട്ട് സ്വീകരിക്കുവാൻ മുൻപിലുണ്ടായിരുന്നത് CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ ഭാര്യയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ട വ്യക്തിത്വവുമായ PK ശ്യാമളയായിരുന്നു എന്നതും നാം ഇവിടെ ഓർക്കേണ്ടതാണ്. അങ്ങനെ പാർട്ടി നേതൃത്വത്തിൻ്റെ പരിപാലനയിലൂടെ PP ദിവ്യ സംരക്ഷിച്ചു പിടിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇതുവരെയും കേരളം കണ്ടിരുന്നത്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം കൃത്യമായി അട്ടിമറിച്ചതിനും നിരവധി തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണം പൂർത്തിയാക്കി വിരമിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ CPMൻ്റെ സ്ഥാനാർത്ഥിയായി നഗരസഭാ കൗൺസിലറായി മത്സരിച്ച് വിജയിക്കുന്നതിനും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇവിടെ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. PP ദിവ്യ എന്ന് പറയുന്നത് CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ കണ്ണൂർ ലോബിയിലെ പ്രമുഖരുടെ ബിനാമിയാണ് എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. KK ശൈലജ ടീച്ചറുടെ പിൻഗാമിയായി CPMലെ ചില ഉന്നതർ വളർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു നേതാവായിരുന്നു PP ദിവ്യ. എന്നാൽ ഈ വിവാദം ഉയർന്നതോടുകൂടി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുകയായിരുന്നു. എന്നാൽ PP ദിവ്യ തൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ അതിന് കാരണമായ സംഭവങ്ങൾ വഴി CPMന് ആത്യന്തികമായ വലിയ തകർച്ചയും സമ്മാനിച്ചു എന്നതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ പോലും ദിവ്യയെ തള്ളിപ്പറയുവാൻ CPM സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ്. ഇവിടെയാണ് ചില ദുരൂഹതകൾ ഉയർന്നു വരുന്നത്. PP ദിവ്യയ്ക്ക് CPM കൊടുക്കുന്ന സംരക്ഷണം കൃത്യമായും മറ്റു ചിലരെ കൂടി സംരക്ഷിക്കുവാനുള്ള നീക്കമാണെന്ന് UDF തിരിച്ചറിയുന്നുണ്ട്. നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ ഉയർത്തിയ ആശങ്കകൾക്ക് പരിഹാരം കാണുവാൻ റാന്നിയുടെ MLA ആയിട്ടുള്ള പഴകുളം മധുവാണ് ആദ്യം മുന്നിട്ടിറങ്ങിയത്. പഴകുളം മധുവിൻ്റെ ഇടപെടലിലൂടെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ, അതായത് നമ്മൾ ഓർക്കണം, അവർ ഇടതുപക്ഷ അനുഭാവികളായിരുന്നു, CPM സഹയാത്രികരായിരുന്നു ആ കുടുംബാംഗങ്ങൾ. നവീൻ ബാബുവും സർക്കാർ ഉദ്യോഗസ്ഥയായ ഭാര്യയും ഇടതുപക്ഷ യൂണിയനുകളിൽ അംഗമായിരുന്നു. എന്നിട്ടും തങ്ങൾക്ക് ഇടതുപക്ഷത്തു നിന്ന് നീതി ലഭിക്കാതെ വന്നപ്പോൾ UDF അധികാരത്തിലേറിയതോടുകൂടി പഴകുളം മധുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിനൊപ്പം ഇവർ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായ VD സതീശിനെയും നേരിൽ കണ്ട് ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങളുടെ ഈ നിർദ്ദേശം UDF നേതൃത്വം തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കുകയും CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുകയും ചെയ്യുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഏതൊക്കെയാണെങ്കിലും CBI അന്വേഷണം ഈ കേസിൽ പ്രഖ്യാപിക്കും എന്നറിഞ്ഞതോടെ CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിന്, പ്രത്യേകിച്ച് കണ്ണൂർ ലോബിക്ക് വിറളി പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൃത്യമായ സൂചനയായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷിൻ്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം. ഇവിടെയാണ് PP ദിവ്യയ്ക്ക് അപ്പുറത്തേക്ക് ചില ഉന്നതരുടെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടത്. PP ദിവ്യ കണ്ണൂർ രാഷ്ട്രീയത്തിലെ CPMൻ്റെ പ്രബലരായ ചില
നേതാക്കളുടെ ബിനാമിയാണ് എന്ന ആക്ഷേപം ശക്തമാണ്. ഇതിൽ ഒന്നാം സ്ഥാനത്ത് ആരോപണ വിധേയനായി നിലനിൽക്കുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നുള്ള പി ശശിയാണ്. പി ശശി നമുക്കറിയാം 2011 ഒരു പെണ്ണ് കേസിൽപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിത്വമാണ്. എന്നാൽ പിണറായി വിജയൻ അധികാരത്തിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ശശിയെ പാർട്ടിയിലെടുക്കുകയും ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റിലും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലും ഉൾപ്പെടുത്തുകയും ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചിരുന്നത് പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ആ സർക്കാരിൻ്റെ കാലത്ത് നിയമിതനായിട്ടുള്ള പി ശശി തന്നെയായിരുന്നു. പി ശശിയുടെ ചില വീക്ക്നെസ്സുകൾ മൂലം ശശി ദിവ്യയെ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ പോലും ഉയർന്നു വന്നിരുന്നതാണ്. അത്തരത്തിൽ പി ശശിയുടെ ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ടായിരുന്നത് പുറത്തു വരുമോ എന്ന ഒരു സംശയവും ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഉന്നതമായ നേതൃത്വം വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണത്തെ ശക്തിയുക്തമായി എതിർക്കുവാനും ഇതിനെതിരെ രാഷ്ട്രീയ സമരങ്ങൾ സംഘടിപ്പിക്കുവാനുമുള്ള ആലോചനയിലാണ് അവർ. എന്നാൽ ഈ ഒരു സമരപ്രഹസനവുമായി CPM തെരുവിലിറങ്ങിയാൽ ജനം തന്നെ അവരെ ചൂലുകൊണ്ടടിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. പി ശശിയിലും PB ദിവ്യയുടെ ഉന്നതമായ ബന്ധങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിൻ്റെ കൃത്യമായ സൂചനകളും ചില സംശയങ്ങളും ഇപ്പോഴും പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. PP ദിവ്യ നവീൻ ബാബു എന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ അവഹേളിച്ചതും കൊച്ചാക്കുവാൻ ശ്രമിച്ചതും മറ്റു ചിലർക്കു വേണ്ടി കൂടിയായിരുന്നു എന്നുള്ള സൂചനകളാണ് ഇതിനോടകം വ്യക്തമാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MV ഗോവിന്ദൻ്റെ ഭാര്യയായിരുന്ന PK ശ്യാമളയാണ് ദിവ്യയെ മാലയിട്ട് സ്വീകരിക്കുവാൻ ജയിലിന് മുമ്പിൽ കാത്തുനിന്നത്. MV ഗോവിന്ദൻ്റെ മകന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു. PP ദിവ്യയുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇതിൽ സാമ്പത്തിക ഇടപാടുകളും ഉൾപ്പെടുന്നു എന്ന സംശയങ്ങളും സഖാക്കൾക്കിടയിൽ പോലും സജീവമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF കൃത്യമായി ഇടതു ഭരണത്തിൻ്റെ കാലത്ത്, പിണറായി ഭരണത്തിൻ്റെ കാലത്ത് 10 വർഷക്കാലം കൊണ്ട് CPM നേതാക്കൾ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ ഓരോന്നോരോന്നായി പൊളിച്ചെടുക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ PP ദിവ്യ മാത്രമല്ല പി ശശിയും ഗോവിന്ദൻ്റെ മകനും പോലും അകത്താകുമോ എന്ന സംശയവും CPM നേതൃത്വത്തിനുണ്ട്. നമ്മളൊന്ന് ഓർത്തു നോക്കുക, CPM-നെ എത്രമാത്രം വലിയ അധപതനത്തിലേക്കാണ് പിണറായി വിജയൻ്റെ ഭരണം നയിച്ചതെന്ന്. മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള വീണ തൈക്കണ്ടിയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള വിവേക് കിരണും വരെ കേന്ദ്ര ഏജൻസികളുടെ അറസ്റ്റിൻ്റെ നിഴലിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൃത്യമായി മകളായിട്ടുള്ള വീണ വിജയൻ 2,78,00,000 രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് കോഴ വാങ്ങിയതിൻ്റെ തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് റെയ്ഡിനെത്തിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ 300ഓളം CPM നേതാക്കളാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. 28 പേരോളം അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ പലരുടെയും കുടുംബങ്ങൾ ഇപ്പോൾ പട്ടിണിയിലാണ് കഴിയുന്നത്. ഈ അറസ്റ്റിലായിട്ടുള്ള ആളുകൾക്ക് ഉടനടിയെങ്ങും ജാമ്യം ലഭിക്കുവാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചുകൊണ്ട് പുറത്തുവന്ന കോടതി ഉത്തരവിലും വ്യക്തമാണ്. ഇത്തരത്തിൽ നവീൻ ബാബുവിൻ്റെ അന്വേഷണത്തിൽ സത്യസന്ധമായ ഒരു CBI അന്വേഷണം നടന്നാൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. PP ദിവ്യയും ഭർത്താവും കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ അവർക്ക് കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദൻ്റെ മകനുമടക്കമുള്ള ഒരുപിടി കണ്ണൂർ ലോബിയിലെ പ്രമുഖർ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലറയ്ക്കുള്ളിലാകുവാനുള്ള സാധ്യതകളുണ്ട്. CPM സംസ്ഥാന നേതൃത്വത്തിന് ഉടുതുണി പോലും നഷ്ടമാകുന്ന നിലയിൽ സമൂഹത്തിന് മുമ്പിൽ അവർ അപമാനിതരാകുവാൻ പോകുന്ന കാഴ്ചകളാണ് വരും ദിവസത്തിലെ കേരള രാഷ്ട്രീയത്തിൽ കാണുവാനിരിക്കുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കണക്കുകളും അവർ തീർക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത് നിയമം ദുരുപയോഗം ചെയ്ത് പിണറായി ശൈലിയിലാവില്ല. നേരെ മറിച്ച് CPM-ന്റെ തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തിക്കൊണ്ട് നീതി നടപ്പാക്കിക്കൊണ്ടാകും എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.